തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PL ബാബുവിനെ BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇത്തവണ ഏറ്റവും കൂടുതൽ BJP ശ്രദ്ധ പുലർത്തിയ ഒരു നഗരസഭയാണ് തൃപ്പൂണിത്തുറ നഗരസഭ. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ഏറ്റവും വലിയ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിക്കുകയും ചെയ്തു. 21 സീറ്റുകളാണ് NDA നേടിയത്. ഇപ്പോൾ നാളെ നടക്കുന്ന ഈ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വേണ്ടി അഡ്വക്കേറ്റ് PL ബാബു മത്സരിക്കും എന്നുള്ളതാണ്, ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി പുറത്തുവന്നിരിക്കുന്ന വിവരങ്ങൾ. ഒപ്പം വൈസ് ചെയർപേഴ്സണായി രാധിക വർമ്മ മത്സരിക്കും. വലിയ തറ വാർഡിൽ നിന്നാണ് PL ബാബു മത്സരിച്ച് വിജയിച്ചത്. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാവാണ്. RSSുമായൊക്കെ വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. 2 പേരുകളാണ് അവസാന നിമിഷം ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. ഒന്ന് ശ്രീകുട്ടന്റെ പേരാണ്, മറ്റൊന്ന് BL ബാബു. പക്ഷേ സീനിയോറിറ്റിയാണ് ഒരുപക്ഷെ BL ബാബുവിന് മുതൽക്കൂട്ടായത്. BL ബാബു തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കും. 21 സീറ്റുകൾ NDAക്കുള്ളപ്പോൾ 20 സീറ്റുകൾ ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി അഖിലായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുന്നു. UDFന് വേണ്ടി 12 സീറ്റുകൾ UDF നേടിയിട്ടുണ്ട്. UDFന് വേണ്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുക CA ഷാജി ആയിരിക്കും. ശക്തമായ ഒരു മത്സരം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ തൃപ്പൂണിത്തുറ നഗരസഭ നടക്കുക. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. 20 സീറ്റുകൾ LDFനുണ്ട്. അതോടൊപ്പം തന്നെ 21 സീറ്റുകൾ BJPക്കുണ്ട്. BJP അധികാരത്തിലെത്തിയാൽ ഒരുപക്ഷെ നേരത്തെ പന്തളത്തിനും അതോടൊപ്പം തന്നെ പാലക്കാടിനും ശേഷം BJP കരുത്ത് കാട്ടാൻ പോകുന്ന ഒരു നഗരസഭയായി തൃപ്പൂണിത്തുറ മാറും. വലിയ പ്രതീക്ഷയോടുകൂടി വളരെ കൃത്യമായ ചിട്ടയോടുകൂടിയാണ് BJP തൃപ്പൂണിത്തുറ നഗരസഭയിൽ പ്രവർത്തിച്ചത്. കഴിഞ്ഞ തവണ 15 സീറ്റ് ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് 17 സീറ്റായി വർദ്ധിപ്പിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് 21ലേക്ക് എത്തിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു. സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ അടക്കം പുറത്തിറക്കിയായിരുന്നു BJPയുടെ പ്രചരണം. അത് ഫലം കണ്ടു. ആ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തവണകളിലൊക്കെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി ചിത്രീകരിച്ചിരുന്ന ഈ തൃപ്പൂണിത്തുറ നഗരസഭയിൽ നിന്ന് ഭരണം ഇത്തവണ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ നിലവിൽ NDAക്ക് സാധിച്ചത്. ഉന്മേഷ്, അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഉന്മേഷ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BL ബാബു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കും. രാധിക വർമ്മയായിരിക്കും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥി. ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ആ വിവരങ്ങൾ BJP പുറത്തുവിടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.